വണക്കം, നമസ്കാരം, സസ്യകൾ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ വിദ്യാബാലൻ. കുറച്ച് മലയാളിയാണ്. അമ്മ മലയാളി, പാലക്കാടുകാരി. അച്ഛൻ തമിഴ് ബ്രാഹ്മൺ ഫാമിലി. നമ്മുടെ പാലക്കാട് നമ്മുടെ കൽപ്പാത്തിയിലൊക്കെ ആണെന്നാണ് എനിക്ക് ഒരു ചെറിയൊരു അഡ്രസ് ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. എങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അമ്മ പാലക്കാടുകാരിയാണ് എങ്ങനെയാന്നുള്ളത്. പറയാമെന്ന് വേറൊന്നുമല്ല, ഷീസ് എ സ്ട്രോങ് ലേഡി. അതായത് 16-ാം വയസ്സിൽ സിനിമ ഞാൻ ഏതാന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 2 ദിവസം ഷൂട്ടിംഗ് നടത്തിയതിനു ശേഷം ആ ഡയറക്ടർ പുള്ളിക്കാരി സിനിമയ്ക്ക് അനുയോജ്യമായ ഫേസ് അല്ല, നമ്മുടെ ദാസേട്ടൻ പാടാൻ അനുയോജ്യമായ ഫേസ് അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ 2 ദിവസം ഷൂട്ട് സെറ്റ് ചെയ്തതിനു ശേഷം പുള്ളിക്കാരിനെ പറഞ്ഞു വിട്ടിട്ട് വേറൊരു നായികയെ വെച്ച് ആ സിനിമ ഷൂട്ട് ചെയ്തു. വളരെ കണ്ണീരാണ് ഞാൻ പറഞ്ഞത്. ആ പുള്ളിക്കാരി ആ ഡയറക്ടർ പിന്നെ അതിനുശേഷം ഒരു സിനിമ എടുത്തിട്ടില്ല. അതൊരു കോമഡിയാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വിദ്യാബാലൻ അതിനുശേഷം 2 കൊല്ലം വീട്ടിൽ ഇരുന്നതിന് ശേഷമാണ് 18-ാമത്തെ വയസ്സിലാണ് അടുത്ത സിനിമയിലേക്ക് പുള്ളി കടക്കുന്നത്. ഇതൊരു കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പുള്ളിക്കാരി പിന്നോട്ട് പോയില്ല. പുള്ളിക്കാരി ഇന്ന് എവിടെ നിൽക്കുന്നു? 45 വയസ്സായപ്പോൾ എത്ര നാഷണൽ അവാർഡ്സ്, പത്മശ്രീ. ഒരു ഡയറക്ടർക്ക്, ഈ പറഞ്ഞ ഡയറക്ടർക്കൊന്നും പത്മശ്രീ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ പറയാം, ബോർഡറിന്റെ ഡയറക്ടറാണ്. അപ്പോ വേറെ ഒന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച. വേറെ ഈ പറഞ്ഞ വിദ്യാബാലൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഇതിനകത്തേക്ക് എത്തിപ്പെടാൻ സ്ത്രീകൾ ഒരിക്കലും പിന്നോട്ടല്ല എന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ ശോഭന ചേച്ചി അഭിനയിച്ച മണിച്ചിത്രതാഴിന്റെ ഇതില് വിദ്യാബാലനായിട്ട് അഭിനയിച്ചിരുന്നു. അതിന്റെ നേരെ ഫീമെയിൽ വേർഷൻ, ഹിന്ദി വേർഷനില്. അപ്പോ ഇത്രയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി മലയാളിയാണ്. അതിനപ്പുറത്തോട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഷാരൂഖ് ഖാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പിന്നെ ഏത് വേഷവും എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒറ്റ വ്യക്തിത്വമേ ഉള്ളൂ നമ്മുടെ വിദ്യാബാലൻ. മലയാളിയാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. വിദ്യാജിയുടെ സിനിമകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. വളരെ അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, ലൈക്ക് ചെയ്തേക്കൂ, ഷെയർ ചെയ്തേക്കൂ. ബൈ.